BJP ഉണ്ടാക്കിയിരിക്കുന്നത്. കേരളത്തിലും അത് ആവർത്തിക്കുന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോവാണ്. ബീഹാറിൻ്റെ ഇലക്ഷനും ബീഹാറിൻ്റെ ജനങ്ങൾ ഇന്നലെ കൊടുത്തൊരു സന്ദേശം, അതിൽ ഒരു വ്യക്തതയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഇത്രയോ കൊല്ലമായി നിതീഷ് കുമാർജിയും നരേന്ദ്രമോദിജീൻ്റെ ഒരു NDA ഭരണം, വികസനം, ലോ ആൻഡ് ഓർഡർ ഇതെല്ലാം ചെയ്യുമ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അത് തുടരണം. അപ്പോൾ ഒരു കൺവെൻഷണൽ വിസ്ഡം ഉണ്ടല്ലോ, ആൻറ്റി ഇൻകംബൻസി എന്നെല്ലാം പറയുന്നത്. പെർഫോം ചെയ്താൽ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ, വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ, ആത്മാർത്ഥമായ ഒരു സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി അവിടെ അധ്വാനിച്ചാൽ അവർക്ക് ജനങ്ങൾ ഒരു മാൻഡേറ്റ് കൊടുക്കുന്നു. അതാണ് അവിടുത്തെ ഒരു മെസ്സേജ്. ഈ പഴയ തല്ലിപ്പൊളി എത്ര കൊല്ലമായിട്ട് കോൺഗ്രസും RJDയും അതുപോലെ തന്നെ CPM ചെയ്യുന്ന ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ കാലമെല്ലാം കഴിഞ്ഞു. ഇനി ജനങ്ങൾ ആഗ്രഹിക്കുന്നൊരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ്, പോളിറ്റിക്സ് ഓഫ് സേവനം. അതാണ് എത്ര കൊല്ലമായിട്ട് അവിടെ നിതീഷ് കുമാർജിയും NDA സർക്കാർ ചെയ്തത്. അതുകൊണ്ട് ഒരു തവണയും കൂടി ജനങ്ങൾ അവർക്ക് നല്ലൊരു മാൻഡേറ്റ്, ഒരു നല്ലൊരു മെജോറിറ്റി കൊടുത്തു. അതൊരു മെസ്സേജ്. രണ്ടാമത്തെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ, ഈ SIR വഴി ഒരു ക്ലാരിറ്റി ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഇതുവരെ കോൺഗ്രസും RJD പോലെ പാർട്ടീസ് അവരുടെ പൊളിറ്റിക്കൽ സക്സസ് എല്ലാം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിരുന്നു വോട്ടർ ലിസ്റ്റിൽ അവർ കയറ്റി വെച്ച ഫേക്ക് വോട്ടേഴ്സ്. ഈ SIR വഴി ഫേക്ക് വോട്ടേഴ്സിനെ മാറ്റുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എല്ലാവർക്കും ഇപ്പോൾ കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഈ SIRനെ കുറിച്ച് ചർച്ച വരുമ്പോൾ ഇവിടുത്തെ CPMഉം കോൺഗ്രസും അതിനെ എതിർക്കുന്നത്, അതിനെ ബ്ലോക്ക് ചെയ്യാൻ നോക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ എന്ത് നടക്കുമെന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ പറഞ്ഞു, ഇന്നും പറയുന്നു. ഞാൻ മാർച്ച് 26 പറഞ്ഞു, എനിക്ക് ഈ ചുമതല തന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നും പറയുന്നു. ജനങ്ങൾ, മലയാളി ആരാണെങ്കിലും, ഈ സംസ്ഥാനത്തെ 3.5 കോടി ജനങ്ങൾ, അവരുടെ അവകാശമാണ് വികസനം. അവർക്കും വേണം അഴിമതിരഹിത ഭരണം, അവർക്കും വേണം ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ഭരണം. ഇതുവരെ കിട്ടിയിട്ടില്ല. എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ വാഗ്ദാനം കൊടുത്തിട്ടാണ് വോട്ട് നേടിയത് CPM. അതിനു മുമ്പ് ഗരീബി ഹട്ടാവെന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുത്ത് വോട്ട് നേടി കോൺഗ്രസ്. വാഗ്ദാനം കൊടുത്ത് ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് സമയം കഴിഞ്ഞു. ഇനി ഇത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പാണോ അസംബ്ലി തെരഞ്ഞെടുപ്പാണോ, ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വലിയ മാറ്റം, രാഷ്ട്രീയത്തിലും മാറ്റം, ഭരണത്തിൽ മാറ്റം, ജനങ്ങളുടെ അപേക്ഷയും ജനങ്ങളുടെ അവകാശത്തിലൊരു മാറ്റം. അതിൻ്റെ ഒപ്പം ഞാൻ വിശ്വസിക്കുന്നത് രാഷ്ട്രീയ സംസ്കാരത്തിലൊരു മാറ്റം. ഈ തെറിയും വിമർശവും നുണയും വിഭജനവും ആ രാഷ്ട്രീയം വിട്ട് ഒരു വികസന മത്സരം, ഏത് പാർട്ടിക്കാണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനും ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാൻ ആർക്കാണൊരു കാഴ്ചപ്പാട്, ആ ഒരു മത്സരമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിൽ ആര് ജയിക്കും ജനങ്ങൾ തീരുമാനിക്കും. ഇല്ല, ഞങ്ങളങ്ങനെയൊന്നും കാണുന്നില്ലല്ലോ. ഞങ്ങൾ അതെ, ജനങ്ങൾക്ക് വോട്ട് നഷ്ടപ്പെട്ടില്ല. അത് നിങ്ങൾ അങ്ങനെ പറയരുത്. സത്യമായിട്ട് എന്താണ് നടന്നിരിക്കുന്നത്? ഫേക്ക് വോട്ടേഴ്സ് എന്നെ വോട്ടർ ലിസ്റ്റിൽ നിന്ന് മാറ്റിവെച്ചു. വോട്ടർ ലിസ്റ്റിൻ്റെ ശുദ്ധീകരണം ആണ് നടന്നത്. അതിന് CEC പറഞ്ഞ പോലെ ഒരു ഒറ്റ അപ്പീൽ, ഞാനൊരു ലെജിറ്റിമേറ്റ് വോട്ടറാണെങ്കിൽ എൻ്റെ വോട്ട് അവിടുന്ന് വോട്ടർ ലിസ്റ്റിൽ നിന്ന് ആരെങ്കിലും മാറ്റിയെങ്കിൽ എനിക്കൊരു അപ്പീലിൻ്റെ ഒരു അവകാശമുണ്ടായിരുന്നു. അവിടെ ഒരു ഒറ്റ പേര് കട്ട് ചെയ്ത് ഒരു ഒറ്റ പേര് അപ്പീൽ ചെയ്തില്ല. എന്താണ് അതിൻ്റെ കാരണം? അതൊരു ഫേക്ക് വോട്ടറായിരുന്നു. വോട്ടർ ലിസ്റ്റിൽ ഫേക്ക് വോട്ടർ കയറ്റിയിട്ട് ഇതുവരെ രാഷ്ട്രീയം ചെയ്യുന്ന പാർട്ടികളായിരുന്നു RJDയും കോൺഗ്രസും ഇവിടെ ചെയ്യുന്നത് CPMഉം കോൺഗ്രസും. അല്ല, ഞങ്ങൾ അധ്വാനിക്കും. ഞങ്ങളിപ്പോൾ ആദ്യം മുതൽ പറയുന്നതെന്നാണ്, ഞങ്ങൾക്ക് വികസിത കേരളം സൃഷ്ടിക്കാൻ ജനങ്ങളൊരു അവസരം തരണം, വികസിത തൃശ്ശൂർ സൃഷ്ടിക്കാൻ ഒരു അവസരം തരണം.
മാറി മാറി ഭരിച്ച കോൺഗ്രസും LDFും എന്തു ചെയ്തു ജനങ്ങൾക്കറിയാം. അതിന് മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ മാറ്റം ഞങ്ങൾ കൊണ്ടുവരാനും അതിനുവേണ്ടി അധ്വാനിക്കാൻ തയ്യാറാണ്, താല്പര്യമുണ്ട്, കഴിവുണ്ട്. ഞങ്ങൾക്കൊരു അവസരം തരുന്നതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അത് CC അല്ലേ പറഞ്ഞത്, ഞാനല്ലല്ലോ. ആ ഫേക്ക് അല്ലെങ്കിൽ അവർക്ക് അപ്പീൽ ചെയ്യാനൊരു അവകാശം ഉണ്ടായിരുന്നു, ആരും അപ്പീൽ ചെയ്തില്ല.